രാജ്യത്തിന് പുതിയ നഗരി നിർമ്മിച്ചു. കുശൻ അഥവാ കുശനാഭൻ മഹോദയവും അധ്യക്ഷൻ ധർമാരണ്യവും വസു ഗിരിവ്രജവും. രാമ, ഈ പ്രദേശം വസുവിന്റെ ഭാഗമാണ്. ഇവിടെ നമുക്ക് ചുറ്റും 5 ഗിരികളുണ്ട്. ഈ നഗരത്തിന് ഗിരിവ്രജം എന്നു പേരുമുണ്ട്. അതുകൊണ്ട് ഇതിനെ മഗധ എന്നും വിളിക്കുന്നു. ഇവിടെ മഗധി കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടേക്കൊഴുകുന്നു. ഗിരിസാനുക്കളിൽ വെച്ച് ഒരു മുല്ലമാല പോലെ വസുവിന്റെ രാജപ്രൗഢി ഈ നദിയുടെ ഇരുകരകളിലും പെട്ട ദേശങ്ങളെ നിത്യഹരിതവും ഫലസമൃദ്ധവുമായിത്തീരുവാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പുത്രൻ കുശനാഭൻ ധർമ്മത്തിൽ സ്ഥിരപ്രതിഷ്ഠം നേടി യവനായിരുന്നു. അദ്ദേഹം ധർമ്മനിഷ്ഠയുടെ സ്തംഭം തന്നെയാണെന്നു പറയാം. അദ്ദേഹത്തിന് അനേകം പുത്രിമാരുണ്ടായി. പക്ഷേ ഒരൊറ്റ പുത്രനുമുണ്ടായില്ല. ശാസ്ത്രങ്ങൾ നിർദ്ദേശിതമായ അച്ചടക്ക രീതികളും നിയമങ്ങളുമനുസരിച്ചുള്ള പെരുമാറ്റവും സ്വഭാവവും അദ്ദേഹം പുത്രിമാരിൽ വളർത്തി. ആത്മനിയന്ത്രണമാണ് ഒരാൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വിശിഷ്ടദാനമെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. അത് ഏറ്റവും സമൃദ്ധമായ ഫലവാഹിനിയായ യജ്ഞമാണ്. സത്യസന്ധനായിരിക്കാനുള്ള ഏറ്റവും സുന്ദരമായ മാർഗമാണ് അത്. എല്ലാ ശരിയായ ചിന്തയുടെയും പ്രവർത്തനത്തിന്റെയും വേരാണത്. അവർ മുലപ്പാൽ കുടിച്ചു വളരുന്ന കാലത്തുതന്നെ അദ്ദേഹം അവർക്ക് ഈ പാഠം നൽകി. പിന്നീട് അവരെയെല്ലാം കാമ്പില്യ നഗരത്തിലെ രാജാവായ ബ്രഹ്മദത്തിന് വിവാഹം ചെയ്തുകൊടുത്തു. അവരെല്ലാം ഭർതൃഗൃഹത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ വസതി ശൂന്യവും വന്ധ്യവുമായിത്തീർന്നു. കഷ്ടം! പ്രകാശപൂർണവും ഫലിതവും പൊട്ടിച്ചിരിയും കൊണ്ട് പ്രതിധ്വനിച്ചിരുന്ന ആ ഗൃഹം ഇന്ന് ഇരുളടഞ്ഞതും മൂകവും വിരസവും അഗാധമായ മ്ലാനതയുമുള്ളതും ആയിത്തീർന്നിരിക്കുന്നു. പുത്രിമാർ മകളുമാക്കിക്കൊണ്ട് അവർക്ക് വിട്ടുപോക്കേണ്ടിവരും. എനിക്കൊരു പുത്രനുണ്ടായിരുന്നെങ്കിൽ ഈ ദുര്യോഗമുണ്ടാകുമായിരുന്നില്ല. എനിക്കൊരു പുത്രനുവേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു. ആ ഘട്ടത്തിൽ പിതാവായ കുശൻ അദ്ദേഹത്തെ സന്ദർശിക്കാനായി. അപ്പോൾ പുത്രൻ ശോകാകുലനും ഉത്കണ്ഠാകുലനുമായിരിക്കുന്നതെന്താണെന്ന് അദ്ദേഹം അന്വേഷിച്ചു. തന്റെ മനസ്സും ആകുലതയും അദ്ദേഹം പിതാവിന് തുറന്നുകാട്ടി. ഇത്രയും വ്യാകുലനായതിന് അദ്ദേഹം മകനെ ശകാരിച്ചു. അധികം താമസിയാതെ അവനൊരു പുത്രനുണ്ടാകുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അനുഗ്രഹം ഫലിച്ചു. അദ്ദേഹത്തിനൊരു മകൻ പിറന്നു. അവൻ ഗാധി എന്നു പേരിട്ടു. അവൻ സദ്ഗുണസമ്പന്നനായൊരു രാജകുമാരനായി വളർന്നുവന്നു. കുശന്റെ വംശത്തിൽ പിറന്നവനായതുകൊണ്ട് അവൻ കൗശികൻ എന്ന പേരുണ്ടായി. കുറേക്കാലത്തിനുശേഷം അവന്റെ സഹോദരിമാർ വിധവകളായി. ധർമ്മനിഷ്ഠയുള്ള പത്നികളെന്ന നിലയിൽ അവർ ആത്മാഹുതി ചെയ്ത് സ്വർഗം പ്രാപിച്ചു. അവർ ഹിമാലയത്തിൽ പുണ്യനദികളായി പിറന്നു. അവയെല്ലാം ഒന്നിച്ച് പ്രസിദ്ധമായ കൗശികനദിയായി രൂപം കൊണ്ടു. സഹോദരിമാരിൽ ഏറ്റവും മൂത്തവളായ സത്യവതിയോട് കൗശികന് വലിയ താൽപ്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ നദിയുടെ കരയിൽ താമസിച്ച് സിദ്ധാശ്രമത്തിൽ സ്ഥിരവാസിയായി. താനുദ്ദേശിച്ച യജ്ഞം ആർജവത്തോടുകൂടി വിധിയാംവണ്ണം നടത്തുകയും ചെയ്തു. രാമ, നിന്റെ അമേയമായ വീരപരാക്രമ വഴി ഞാൻ അനുഷ്ഠിക്കാൻ നിശ്ചയിച്ച യജ്ഞം വിജയകരമായി പര്യവസാനിച്ചിരിക്കുന്നു. അത് ഫലം പ്രദാനം ചെയ്തിട്ടുമുണ്ട്. എന്റെ കഠിനവ്രതങ്ങളെല്ലാം നിറവേറ്റപ്പെട്ടിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ മഹർഷിക്ക് ചുറ്റുമുണ്ടായിരുന്ന സന്യാസിമാർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, നമ്മുടെ ഗുരുവിന്റെ പൂർവികന്മാരുടെ കഥ കേട്ടതിൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ്. ഹാ, ആനന്ദത്തിന്റെ എന്തൊരു മഹത്തായ ഉറവിടമാണീ കഥ! കുശവംശം തീർച്ചയായും പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ പിറന്നവർ ദിവ്യത്വത്തിൽ ബ്രഹ്മാവിനു തുല്യരാണ്. ആ വംശം പ്രതിനിധീകരിക്കുന്ന എല്ലാറ്റിന്റെയും കാണപ്പെട്ട മൂർത്തിരൂപമായ വിശ്വാമിത്ര മഹർഷിയെ സേവിക്കാൻ സൗകര്യം കിട്ടിയതിൽ നാം എത്ര ഭാഗ്യവാന്മാരാണ്. കഴിഞ്ഞ അനേകം ജന്മങ്ങളിൽ നേടിയ നന്മയുടെ ഫലമായിരിക്കണം ഈ സൗകര്യം. വിശ്വാമിത്രൻ അവരെ തടഞ്ഞുകൊണ്ടു പറഞ്ഞു, രാമാ, നിന്റെ ചോദ്യത്തിനുത്തരം പറയാൻ ഞാൻ പ്രേരിതനായിരുന്നില്ലെങ്കിൽ ഞാനിതൊന്നും തന്നെ പറയുമായിരുന്നില്ല. അല്ലെങ്കിൽ ഈ ശരീരത്തെയും അതിന്റെ പൂർവ്വഗാമികളെയും സംബന്ധിച്ച യാതൊരു വസ്തുതകളും ഞാൻ വെളിപ്പെടുത്തുമായിരുന്നില്ല. രാത്രിയായിക്കഴിഞ്ഞു. നമുക്കിനി വിശ്രമിക്കാം. ഉറങ്ങാൻ പോകുന്ന നാളത്തെ നമ്മുടെ യാത്രയുടെ ഗതിവേഗം കുറയ്ക്കൂ. രാമാ, നോക്കൂ, ചന്ദ്രൻ മരക്കൊമ്പുകൾക്കിടയിൽ കൂടി എന്നെ നോക്കുന്നത് കാണാൻ സാധിക്കാനാണ്. ദീർഘനേരം സൂര്യന്റെ തീക്ഷ്ണകിരണങ്ങളേറ്റ് സഹിച്ച ഭൂമിയെ തണുപ്പിച്ച് നവോന്മേഷം നൽകാനാണ് ചന്ദ്രൻ ശീതളരശ്മികളെ അയക്കുന്നത്. ആ രാത്രി ഓരോരുത്തരായി ഗുരുവിന്റെ പൂർവ്വകഥകൾ അയവിറക്കുകയായിരുന്നു. പിതാക്കന്മാരെ സംബന്ധിച്ച കഥകൾ. അവർ കാലത്തന്നെ ഉറക്കമുണർന്ന് പ്രഭാതകൃത്യങ്ങളും ദിനചര്യകളുമുള്ള അനുഷ്ഠാനങ്ങളും നിർവഹിച്ചു. കൃത്യസമയത്ത് യാത്ര തുടരാനൊരുങ്ങി. അവർ വിശ്വാമിത്രന്റെ അടുത്തെത്തി പാദനമസ്കാരം ചെയ്തു. അതിനുശേഷം ഒരാൾ മറ്റൊരാളുടെ പിന്നിലെന്ന നിലയിൽ ഒരു ഭാഗത്തുനിന്ന് കൽപ്പനയ്ക്കു കാത്തു. രാമൻ പറഞ്ഞു, ഗുരോ, സോണാനദി ഈ ഭാഗത്തത്ര ആഴമുള്ളതല്ല. വെള്ളം തെളിഞ്ഞതുമാണ്. നമുക്ക് നടന്ന് അക്കരെ കടക്കാം. തോണി വേണ്ട. വിശ്വാമിത്രൻ പറഞ്ഞു, മകനെ, നിനക്ക് ഈ പ്രദേശം പരിചയമുള്ളതല്ല.
അതുകൊണ്ട് നമുക്ക് നടന്നുകടക്കാവുന്ന ശരിയായ സ്ഥലം നിനക്കറിഞ്ഞുകൂടാ. ഞാൻ മുൻപേ പോകാം. നിങ്ങളെന്നെ അനുഗമിച്ചോളൂ. മഹർഷി നദീതടത്തിലേക്ക് നടന്ന് മുന്നോട്ടുപോയി. ഓരോരുത്തരും സ്വന്തം ഭാണ്ഡം ചുമലിൽ തൂക്കിയിട്ടിരുന്നു. പതുക്കെയാണ് നടന്നത്. ജാഹ്നവീനദിയുടെ അടുത്തെത്തിയപ്പോൾ മധ്യാഹ്നമായി. ഇവിടെ അവർക്കുണ്ടായ ആദ്യാനുഭവം അരയന്നങ്ങളുടെയും തത്തകളുടെയും നദിക്കരയിലെ മറ്റു പക്ഷികളുടെയും മധുരമായ കൂജശബ്ദത്തിന്റെ ശ്രവണമായിരുന്നു. ആ രംഗത്തിന്റെ സമ്മോഹനമായ സൗന്ദര്യം എല്ലാവരെയും സന്തോഷഭരിതമാക്കി. അവർ നദിയിലെ സ്വച്ഛജലത്തിൽ സ്നാനം ചെയ്തു. നദിയുടെ പവിത്രതയെ സംബന്ധിച്ച കഥ അവർ അറിഞ്ഞിരുന്നതിനാൽ പൂർവികർക്കും ദേവന്മാർക്കും ബലിയർപ്പിച്ച് നദീതടത്തിൽ വിശുദ്ധമായ അഗ്നി ജലിപ്പിച്ചു. ശാസ്ത്രോക്തമായ രീതിയിൽ യജ്ഞകർമ്മങ്ങൾ നിർവഹിച്ചു. അനന്തരം ചുറ്റുമുള്ള വൃക്ഷങ്ങളിൽ നിന്നും ഭക്ഷണയോഗ്യങ്ങളായ ഫലങ്ങൾ ശേഖരിച്ച് വിശപ്പടക്കിയ ശേഷം ജാഹ്നവീനദിയിലെ അമൃതമധുരമായ ജലം പാനം ചെയ്ത് ദാഹവും ശമിപ്പിച്ചു. രാമനും ലക്ഷ്മണനും വിശ്വാമിത്രൻ വിശ്രമിച്ചിരുന്ന വൃക്ഷച്ചുവട്ടിൽ ചെന്ന് ആദരപൂർവ്വം ചോദിച്ചു, ഗുരോ, 3 ലോകങ്ങളിൽ മറ്റു നദികളായി ഗംഗ ഒഴുകുന്നു എന്നു പറയുന്നതിന്റെ കാരണമെന്താണ്? ലോകത്തിലെങ്ങുമുള്ള ഓരോ അരുവികളുടെയും നദിയുടെയും നാഥനായ സമുദ്രത്തിൽ ഗംഗ എത്തിച്ചേരുന്നതെങ്ങനെ? സദാവും എന്നെ ഹിമാലയപർവ്വതനിര എന്നെ സന്തുഷ്ടനാക്കുക. വിശ്വാമിത്രൻ പറഞ്ഞു, മകനേ, അത് എല്ലാ ജന്തുക്കളുടെയും എല്ലാ ഔഷധങ്ങളുടെയും നിലയമാണ്. അതിന് 2 പുത്രിമാരുണ്ട്, ഗംഗയും ഉമയും. ഗംഗയാണ് മൂത്തമകൾ. ഈ 2 പേരെയും ലോകം മുഴുവൻ ആരാധിക്കുന്നു. തങ്ങൾക്ക് ക്ഷേമമുണ്ടാകണമെന്ന് കരുതി ഗംഗയെ തങ്ങൾക്കു തരണമെന്ന് ദേവന്മാർ ആവശ്യപ്പെട്ടു. അങ്ങനെ ഹിമവാൻ ദേവന്മാരുടെ അനുഗ്രഹം ലഭിക്കാനും 3 ലോകങ്ങളുടെയും അഭിവൃദ്ധിക്കും വേണ്ടി ഗംഗയെ ദേവന്മാർക്ക് കൊടുത്തു. ഇളയമകൾ ഉമ ഒരു പൂർണ്ണസന്യാസ ജീവിതമാണ് ആരംഭിച്ചത്. ലൗകികമായ എല്ലാറ്റിൽ നിന്നും ശക്തമായ വിരക്തിയുണ്ടാകണമെന്ന ഉദ്ദേശത്തോടുകൂടി കഠിനമായ ആധ്യാത്മിക സാധനയിൽ സ്വയം മുഴുകി. അതുകൊണ്ട് ഹിമാവാൻ അവളെ ലോകത്തിൽ ഒരു ഭാര്യയായി ജീവിതം നയിക്കതക്ക നിലയിലാക്കാൻ പരിശ്രമിച്ചു. കഠിനമായി പ്രയത്നിച്ചിട്ടും അദ്ദേഹത്തിനിതിൽ വിജയിക്കുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അദ്ദേഹം രുദ്രനെ സ്വാധീനിച്ച് ഉമയെ വിവാഹം ചെയ്യാൻ സമ്മതിക്കണമെന്നഭ്യർത്ഥിച്ചു. അങ്ങനെ ഉമയും 3 ലോകങ്ങളുടെ ആരാധനയ്ക്ക് അവകാശിയായിത്തീർന്നു. നിങ്ങളിവിടെ കാണുന്ന ഗംഗ ദേവകൾ കൂട്ടിക്കൊണ്ടുപോയ ഗംഗയാണ്. അത് ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. അതിന് 3 പടിട്ടുണ്ട്. 1 സ്വർഗ്ഗത്തിൽ, 2ാമത്തേത് ഭൂമിയിൽ, 3ാമത്തേത് പാതാളത്തിൽ. വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോടും സ്വന്തം ശിഷ്യന്മാരിൽ ചിലരോടും കൂടി മിഥിലാനഗരിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നുവല്ലോ. വഴിക്ക് തന്റെ മുൻകാല ചരിത്രത്തെ സംബന്ധിച്ചും അവർ കടന്നുപോയ പ്രദേശങ്ങളുടെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും അവിടെ ഭരണം നടത്തിയിരുന്ന വിവിധ രാജവംശങ്ങളുടെ ചരിത്രങ്ങളെ പുരസ്കരിച്ചുള്ള വർണ്ണോജ്ജലമായ വിവരണങ്ങൾ നൽകി അദ്ദേഹം അവരെ അത്യന്തം സന്തോഷിപ്പിച്ചു. അന്ന് സായാഹ്നത്തിൽ സന്ധ്യാവന്ദനത്തിനും മറ്റനുഷ്ഠാനങ്ങൾക്കും ശേഷം അദ്ദേഹം ഗംഗാതത്തിലെ മണലിൽ ഇരിക്കുകയുണ്ടായി. അപ്പോൾ ആ പുണ്യനദിയുടെ ഉത്ഭവത്തെ സംബന്ധിച്ച അറിവ് വളരെ സന്തോഷപ്രദമാണെന്ന് രാമൻ മഹർഷിയെ ഓർമ്മിപ്പിച്ചു. വിശ്വാമിത്രൻ അനുകൂലമായി പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞു, രാമചന്ദ്ര, ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിന് നിന്റെ പൂർവികന്മാരാണ് ഉത്തരവാദികൾ. അവരുടെ സത്പ്രവൃത്തികളുടെ ഫലമായി ഭൂമിയിലെ ജനങ്ങൾ പുണ്യജലത്തിൽ സ്നാനം ചെയ്തും പ്രഭാതത്തിലും പ്രദോഷത്തിലും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിച്ചും സ്വയം പരിശുദ്ധി നേടുന്നു. ഗംഗ ദിവ്യമാണ്, വിശുദ്ധമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട നദിയാണ്. അതിലെ അമൃതതുല്യമായ ജലത്തിന് അമർത്യതയെ പ്രദാനം ചെയ്യാൻ കഴിയും. അവൾ ശിവന്റെ ശിരസിലെ ജടയിലായിരുന്നു വസിച്ചിരുന്നത്. ആ കാരണം കൊണ്ടുതന്നെ അവൾ ഏറ്റവും ശുദ്ധയാണ്. അവൾ നന്മയുള്ളതെല്ലാം നൽകുന്നു. ഗംഗയെ വിശ്വാമിത്രൻ ഏറ്റവും വലിയ അളവിൽ പ്രശംസിക്കുന്നത് കേട്ടപ്പോൾ രാമചന്ദ്രൻ പറഞ്ഞു, ഇത്രയും അത്ഭുതകരമായ ശക്തിയും ശുദ്ധിയുമുള്ള ഒരു നദിയെ എന്റെ പൂർവികന്മാർ എങ്ങനെ ഭൂമിയിലേക്ക് നയിക്കാൻ കഴിഞ്ഞു? അക്കഥ വർണ്ണിച്ചു കേൾപ്പിക്കൂ. ഞങ്ങൾക്ക് അതിൽ നിന്ന് വർദ്ധിച്ച ആനന്ദം അനുഭവിക്കാനാവും. എത്രയും വിനയത്തോടുകൂടിയുള്ള അപേക്ഷ വിശ്വാമിത്രൻ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാമ, കേൾക്കൂ. പുരാതന കാലത്ത് അയോധ്യയിൽ സഗരൻ എന്നു പേരായ ഒരു ചക്രവർത്തി ഭരണം നടത്തിയിരുന്നു. അദ്ദേഹം ധർമ്മനിഷ്ഠനായ ഭരണാധികാരിയും അതിപ്രസിദ്ധനായ പരാക്രമിയുമായിരുന്നു. സഗരന്റെ ശിരസിന്റെയും ഹൃദയത്തിന്റെയും ഗുണങ്ങളാൽ ആകർഷനായ വിദർഭരാജാവ് തന്റെ പ്രിയപുത്രിയായ കേശിനിയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തുകൊടുത്തു. ആ രാജകുമാരിയും ധർമാചരണത്തിൽ അതീവ നിഷ്കർഷയുള്ള ഗുണവതിയായിരുന്നു. അവർ സത്യപഥത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ചിരുന്നില്ല. പക്ഷേ വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ സന്താനലബ്ധിയാൽ അനുഗ്രഹീതരായിരുന്നില്ല. സഗരൻ കേശിനിയുടെ സമ്മതത്തോടുകൂടി അരിഷ്ടനേമിയുടെ പുത്രിയായ സുമതിയെ 2ാം ഭാര്യയായി പരിണയിച്ചു. അവരും വന്ധ്യയാണെന്ന് തെളിഞ്ഞു. അതുകൊണ്ട് ഇനി സന്യസിക്കാൻ രാജാവ് തീരുമാനിച്ചു. ഭൃഗുവിന്റെ ആശ്രമം സ്ഥിതി ചെയ്തിരുന്ന നദിയുടെ തീരത്ത് അദ്ദേഹം 2 പത്നിമാരോടും കൂടി ഏറ്റവും കടുത്ത സാധനയിൽ ഏർപ്പെട്ടു. ഇങ്ങനെ വളരെക്കാലം കഴിഞ്ഞു.
ഒരു ദിവസം പ്രഭാതത്തിൽ സത്യനിഷ്ഠനായ ഭൃഗുമഹർഷി സഗരൻ പ്രത്യക്ഷനായി. അദ്ദേഹം പറഞ്ഞു, ഹേ രാജാവേ, ശരീരത്തെ ക്ലേശിപ്പിക്കുന്ന ഈ തപസ് നിർത്തൂ. താങ്കൾക്ക് ഈ ലോകത്തിൽ അനുപമമായ കീർത്തി ലഭിക്കും. അധികം കഴിയുന്നതിനു മുൻപ് ഒരു സന്താനത്തിന്റെ പിറവികൊണ്ടുണ്ടാവുന്ന ആനന്ദം താങ്കൾക്ക് അനുഭവപ്പെടും. കരുണാർദ്രതയോടെയും അനുഗ്രഹത്തോടെയും ഈ വാക്കുകൾ കേട്ട ഉടനെ സഗരൻ കണ്ണു തുറന്നു. തന്റെ മുന്നിൽ മഹർഷി നിൽക്കുന്നത് കണ്ടു. ക്ഷണത്തിൽ അദ്ദേഹം മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. പത്നിമാരോടും അപ്രകാരം ചെയ്യാൻ അടയാളം കാണിച്ചു. മഹർഷി തങ്ങളെ നേരിട്ട് അനുഗ്രഹിക്കണമെന്ന് അവർ പ്രാർത്ഥിച്ചു. മുത്തരാജ്ഞിയായ കേശിനി മഹർഷിയുടെ മുന്നിൽ തലകുനിച്ചു. അനേകം സ്തോത്രങ്ങൾ ചൊല്ലി അദ്ദേഹത്തിന്റെ പാദത്തിൽ നമസ്കരിച്ചു. ഭൃഗു അവരോട് ചോദിച്ചു, മാതാവേ, പിന്തുടർച്ചയുടെ നൂൽ അറ്റുപോകാതിരിക്കുവണ്ണം വേറെയൊരു പുത്രനെയോ അല്ലെങ്കിൽ അതിരറ്റ ദേഹബലവും അളവറ്റ കീർത്തിയുമുള്ള ഒട്ടുവളരെ പുത്രന്മാരെയോ ആഗ്രഹിക്കുന്നത്? ഒരൊറ്റ പുത്രനെക്കൊണ്ട് സന്തുഷ്ടയാണെന്ന് അവൾ മറുപടി നൽകി. തന്റെ ആഗ്രഹം സാധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഭൃഗു അവരുടെ അപേക്ഷ സ്വീകരിച്ച് അതിനനുസരിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. രണ്ടാമത്തെ അനുഗ്രഹങ്ങൾ ലഭിച്ചതിൽ മതിമറന്നാഹ്ലാദിച്ചുകൊണ്ട് സഗരൻ ഭാര്യമാരോടുകൂടി തലസ്ഥാന നഗരിയിലേക്ക് മടങ്ങി. അവർക്ക് ലഭിച്ച വരങ്ങളിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് അവർ സന്തുഷ്ടരായി കാലം കഴിച്ചു. ചില മാസങ്ങൾക്കുശേഷം രാജ്ഞിമാർ ഗർഭിണികളായി. ആനന്ദകരമായ അനുഭവത്തെ പ്രതീക്ഷിച്ചിരിപ്പായി. 9 മാസം കഴിഞ്ഞപ്പോൾ കേശിനി ഒരു പുത്രനെ പ്രസവിച്ചു. സുമതി അനേകം പുത്രന്മാരെയും. കാലം കഴിയവെ പുത്രന്മാർ സമപ്രായക്കാരായ മറ്റു കുട്ടികളോടുകൂടി ആർത്തുവിച്ചുകളിയിൽ മുഴുകി. പിന്നീട് രാജധാനിയിൽ നിന്ന് അകലെ കൂട്ടുകാരെ അന്വേഷിച്ചുകൊണ്ടും മത്സരകളികളിലേർപ്പെട്ടും നടന്നു തുടങ്ങി. കേശിനിയുടെ മകൻ അസമഞ്ജൻ അവരെ സരയൂനദീതടത്തിലെ മണൽത്തിട്ടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുട്ടികളെ നദിയിലേക്ക് എടുത്തെറിയുന്നതിൽ അവൻ ആഹ്ലാദം കൊണ്ടു. കുട്ടികൾ മുങ്ങിമരിച്ചപ്പോൾ ആനന്ദത്തിൽ മതിമറന്ന് ചിരിക്കുകയും ചെയ്തു. വളരെ വേഗം അവൻ രാജ്യത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി എന്ന ദുഷ്കീർത്തി സമ്പാദിച്ചു. മക്കൾക്ക് പ്രായപൂർത്തിയായപ്പോൾ സഗരൻ ഓരോരുത്തർക്കും അനുരൂപകളായ വധുക്കളെ തിരഞ്ഞെടുത്ത് വിവാഹങ്ങൾ നടത്തി. അസമഞ്ജൻ അവന്റെ ദുഷ്പ്രവൃത്തികൾ തുടർന്നുപോന്നു. അയോധ്യാവാസികൾക്ക് അവന്റെ തിരുത്താൻ നിവൃത്തിയില്ലാത്ത ദുർവൃത്തികളുടെ ഫലമായി ഹൃദയഭേദകമായ ദുഃഖമുണ്ടായി. ഒരു ദിവസം അവർ സഗരനെ സമീപിച്ചു. ഉച്ചത്തിലുള്ള അലമുറകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ മൂത്തപുത്രന്റെ ക്രൂരപ്രവർത്തനങ്ങളെ വിവരിച്ചു പറഞ്ഞു. ഇതുകേട്ടപ്പോൾ രാജാവ് അസമഞ്ജനെ ഉടനെ നഗരം വിടണമെന്നും അവനെ കാട്ടിലേക്ക് നാടുകടത്തണമെന്നും ആജ്ഞാപിച്ചു. അസമഞ്ജന് അക്കാലത്ത് ഒരു പുത്രൻ പിറന്നിരുന്നു. അങ്ങനെ അയാൾക്ക് മാതാപിതാക്കളെയും ഭാര്യയെയും മകനെയും വിട്ടുപോകേണ്ടിവന്നു. വർഷങ്ങൾ കഴിഞ്ഞു. അസമഞ്ജന്റെ പുത്രൻ അംശുമാൻ വളർന്നുവലുതായി. സ്നേഹസമ്പന്നനും സദ്ഗുണസമ്പന്നനും ധീരനുമെന്ന പേര് അദ്ദേഹം സമ്പാദിച്ചു. ഒരിക്കൽ സഗരൻ ഗംഭീരമായ അശ്വമേധയാഗം ചെയ്യാനായി തീരുമാനിച്ചു. തത്സംബന്ധമായ ക്രിയകൾ ആരംഭിക്കുന്നതിനുള്ള ശുഭമുഹൂർത്തം നിശ്ചയിക്കുകയും ചെയ്തു. കഥാവിവരണത്തിൽ വിശ്വാമിത്രൻ ഈ ഘട്ടത്തിലെത്തിയപ്പോൾ രാമനൊരു ചോദ്യം ചോദിച്ചു. ഗുരോ, അശ്വമേധം നടത്തിയത് അയോധ്യയിൽ വെച്ചോ അല്ല, അത് നടത്തുവാൻ അദ്ദേഹം ഏതെങ്കിലും പുണ്യനദിയുടെ തീരം തിരഞ്ഞെടുത്തുവോ? മന്ദഹാസപൂർവം മറുപടി നൽകി. രാമ, നീ യജ്ഞങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം ശ്രദ്ധവാനാണെന്നും മഹർഷിമാരോട് നിന്റെ പെരുമാറ്റം എത്രമാത്രം ഭക്ത്യാദരങ്ങളോടു കൂടിയതാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. നീ ആഗ്രഹിക്കുന്നതുപോലെ ഞാനത് വിസ്തരിച്ചു പറഞ്ഞുതരാം. ശ്രദ്ധിക്കൂ. ഹിമാലയത്തിന് തെക്ക് അതിദൂരനെന്നു നിര എന്നൊരു ദിവ്യമായ മലനിരയുണ്ട്. ഈ രണ്ടിന്റെയും ഇടയ്ക്കുള്ള പ്രദേശം എല്ലാ യജ്ഞങ്ങൾക്കും യാഗങ്ങൾക്കും അനുയോജ്യമായതാണ്. അശ്വമേധയാഗം അവിടെ വെച്ചാണ് നടന്നത്. വൈദിക മന്ത്രങ്ങൾ ചൊല്ലുന്നതിൽ വിദഗ്ധരായവർ അവിടെ ഒത്തുകൂടി. ശരിയായി ഉച്ചരിക്കപ്പെട്ട യജ്ഞമന്ത്രങ്ങൾ പർവ്വതങ്ങളിൽ മാറ്റൊലിക്കൊണ്ടു. അതുല്യമായ ഈ ആഘോഷം അനേകായിരം ആളുകൾ ആനന്ദനിമഗ്നരായി വീക്ഷിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഭംഗിയായി അലങ്കരിക്കപ്പെട്ട യജ്ഞശാലയെ അവിടെ കൊണ്ടുവന്ന് ആരാധിക്കപ്പെട്ടു. പിന്നീട് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിന് അതിനെ വിട്ടു. യാഗത്തിന്റെ സ്വാതന്ത്ര്യമായ സഞ്ചാരം തടയുന്നവരെ ജയിക്കുന്നതിനും പരാജയപ്പെടുത്തുന്നതിനും യാദൃച്ഛികമായുണ്ടാകുന്ന ഏത് സംഭവത്തെയും നേരിടാനും തക്കശക്തിയുള്ള ഒരു സൈന്യത്തോടുകൂടി അംശുമാൻ അതിനെ അനുഗമിച്ചിരുന്നു. സഗരന്റെ മേൽക്കോയ്മ സ്വീകരിക്കുവാൻ തയ്യാറല്ലാത്ത രാജാവ് അത് പ്രകടിപ്പിക്കുന്നതിനായി അശ്വത്തിനെ തടയുകയാണ് ചെയ്യുക. യാതൊരെതിർപ്പും നേരിടാതെ രാജ്യമാസകലം ഒരുവട്ടം ചുറ്റിയ ശേഷം കുതിര തിരികെ നയിക്കപ്പെട്ടു. യഥാസ്ഥിതിക വൈദികരീതി അനുസരിച്ച് യാഗമാരംഭിക്കേണ്ട കൃത്യസമയമായപ്പോൾ കുതിരയെ കൊണ്ടുവരുന്നതിന് ആളുകൾ പോയി. എന്നാൽ കുതിരയെ ഒരിടത്തും കാണാനുണ്ടായിരുന്നില്ല. യജ്ഞം സമാരംഭിക്കേണ്ട ശുഭമുഹൂർത്തത്തിൽ യജ്ഞപശു നഷ്ടപ്പെടുകയും ആവശ്യത്തിന് അതിനെ കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് യജ്ഞത്തിന്റെ സംഘാടകർക്ക് അശുഭപ്രദമാണെന്ന് അസന്ദിഗ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സഗരന്റെ സ്ഥിതി പരിതാപകരമായി.
അദ്ദേഹം രണ്ടാമത് ഭാര്യയുടെ അനേകം പുത്രന്മാരെ ആയുധസജ്ജീകരണം നൽകി കുതിരയെ അന്വേഷിക്കുന്നതിനും കണ്ടെത്തിയാൽ യജ്ഞവേദിയിലെത്തിക്കുന്നതിനും ചുമതലപ്പെടുത്തി അയച്ചു. അവർ ഈ കാര്യത്തിൽ ദേവകളുടെയും അസുരന്മാരുടെയും സഹായം അഭ്യർത്ഥിച്ച് എല്ലായിടവും അന്വേഷിച്ചു. ഭൂമിക്കടിയിലാണോ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഭൂമി കുഴിച്ചുനോക്കി. പക്ഷേ അവർക്കതുകൊണ്ടുള്ള ശ്രമം വിഫലമായെന്നറിയേണ്ടിവന്നു. സഗരൻ ക്രോധം കൊണ്ട് പൊട്ടിത്തെറിച്ചു. നിങ്ങളുടെ അപ്രാപ്തി എന്നെ അറിയിക്കുവാനാണെങ്കിൽ ഇത്രയും സന്തതികളുടെ ആവശ്യം എന്തിന്? അപമാനം കൊണ്ട് ഇരുളടഞ്ഞ മുഖവുമായി എന്തിന്റെ മുന്നിൽ നിൽക്കുന്നു? പോകൂ, അദ്ദേഹം പറഞ്ഞു. കുതിരയെ കണ്ടുപിടിക്കുന്നതുവരെ എന്റെ മുന്നിൽ വരേണ്ട. ക്രോധപൂർവമായ ഈ വാക്കുകൾ കേട്ട് പുത്രന്മാർ അതിശക്തിയായി പ്രവർത്തിക്കാനൊരുങ്ങി. അവർ തിരികെ ലോകത്തിലേക്കിറങ്ങി ഒരിടവും അന്വേഷിക്കാതെ വിടരുതെന്ന് ഉറച്ചു. പർവ്വതങ്ങൾ, കുന്നുകൾ, തടാകങ്ങൾ, നദികൾ, ഗുഹകൾ, പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, വനങ്ങൾ, മരുഭൂമികളെന്തിന് അവർ ഓരോ ഇഞ്ചും പരിശോധിച്ചു. കൊണ്ടുനീങ്ങി. അപ്പോൾ ഒരിടത്ത് ഒരു തപസ്വിനി ധ്യാനനിമഗ്നയായി കണ്ടു. കുതിരയോ? അദ്ദേഹത്തിനടുത്ത് ശാന്തമായി പുല്ല് തിന്നുന്നു. കുതിരയെ കണ്ടപ്പോൾ അവർ ആഹ്ലാദം കൊണ്ട് മതിമറന്നുപോയി. അവരുടെ ദൃഷ്ടികൾ തപസ്വിനിയിൽ പതിച്ചപ്പോൾ അവർ ക്രോധം കൊണ്ട് അന്ധരായി. പരസ്പരവിരുദ്ധമായ രണ്ട് വികാരങ്ങൾക്കിടയിൽപ്പെട്ട് അവർ പ്രക്ഷുബ്ധരായി. വികാരങ്ങൾ അനിയന്ത്രിതമായിരുന്നു. അതിന്റെ ഫലമായി അവരുടെ സ്വസ്ഥബുദ്ധി തകിടം മറിഞ്ഞു. അവരുടെ ന്യായ അന്യായ വിവേചനശക്തി നശിച്ചു. ഹൃദയം ശിലാസദൃശമായി. അവർ തപസ്വിയുടെ ചെവിയിൽ അലറി, മഹാദ്രോഹിയായ മൃഗമേ, നീ ഞങ്ങളുടെ കുതിരയെ കെട്ടിക്കൊണ്ടുവന്ന് പിമ്പുറത്തൊളിപ്പിച്ചിരിക്കുകയാണല്ലേ? ആ താപസൻ കപിലമഹർഷിയായിരുന്നു. അദ്ദേഹം പതുക്കെ കണ്ണു തുറന്ന് നാലുപാടും നോക്കി. സഗരപുത്രന്മാർ അദ്ദേഹത്തിന്റെ ചുറ്റും നിന്ന് അസഭ്യവാക്കുകൾ ചൊരിയുന്നു. ചിലർ അദ്ദേഹത്തെ കല്ല് തല്ലാനും ഒരുങ്ങി. ഈ കലഹകാരികളെ നേരിടുന്നതിന് വാക്കുകളോ വാദങ്ങളോ നിഷ്ഫലമാണെന്ന് കപിലൻ കണ്ടു. വ്യത്യസ്ത രീതിയിൽ അവരോട് പെരുമാറാൻ അദ്ദേഹം തീർച്ചയാക്കി. കേവലം ഒരു നോട്ടം കൊണ്ട് അദ്ദേഹം അവരെ ഭസ്മമാക്കി. പുത്രന്മാരുടെ മടക്കത്തിൽ കണ്ട അമിതമായ താമസഹേതുവായി സഗരൻ അസ്വസ്ഥനായി. അദ്ദേഹം വല്ലാതെ ക്ലേശിച്ചു. പകുതിവരെ എത്തിയ ഈ യജ്ഞം അദ്ദേഹത്തിനെങ്ങനെ മുടക്കുവാൻ കഴിയും? അത് തുടർന്ന് ചെയ്ത് എങ്ങനെ പൂർത്തിയാക്കും? അദ്ദേഹത്തിന്റെ ഈ വിഷമസ്ഥിതി കണ്ട് പൗത്രനായ അംശുമാൻ മുത്തശ്ശന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു തന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ കുതിരയെയും മാതുലന്മാരെയും അന്വേഷിച്ച് വിവരമെത്തിക്കാൻ താൻ തയ്യാറാണെന്ന് അറിയിച്ചു. സഗരൻ പൗത്രനെ അനുഗ്രഹിച്ച് ആ കാര്യം ചുമതലപ്പെടുത്തി അയച്ചു. അംശുമാൻ രാവും പകലും ഒരുപോലെ അന്വേഷണത്തിലേർപ്പെട്ടു. അവസാനം അദ്ദേഹം വിജയശ്രീലാളിതനായി. തന്റെ മാതുലന്മാർ ഭസ്മമായി തീർന്നതിന്റെ അടയാളവും അദ്ദേഹം കണ്ടു. അന്തരിച്ച ആത്മാക്കൾക്ക് ശേഷക്രിയ ചെയ്യാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഒരു കിണറോ കുളമോ തടാകമോ അരുവിയോ അദ്ദേഹത്തിന് അവിടെയെങ്ങും കാണാൻ കഴിഞ്ഞില്ല. ശേഷക്രിയ ബലിയർപ്പിക്കാൻ ഇതാവശ്യമായിരുന്നു. വ്യസനം കൊണ്ടുള്ള ഹൃദയഭാരവുമായി അദ്ദേഹം കുറേക്കൂടി മുന്നോട്ടു നടന്നു. ബഹുമാന്യനായൊരു വൃദ്ധൻ വഴിയിൽ കുറുകെ വന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, പ്രിയപ്പെട്ട മകനേ, ദുഃഖം നിന്നെ അധീനപ്പെടുത്തുവാൻ അനുവദിക്കരുത്. ലോകത്തിന്റെ ക്ഷേമവും കൂടി ലക്ഷ്യമാക്കിയുള്ള കപിലമഹർഷിയാണ് നിന്റെ മാതുലന്മാരെ ഭസ്മമാക്കിയത്. സാധാരണ ജലത്തിൽ ശേഷക്രിയ സംബന്ധിച്ച ബലി അർപ്പിക്കുന്നതിൽ സംതൃപ്തനാവരുത്. ആകാശഗംഗയിലെ പുണ്യജലം കൊണ്ടുവരിക. ആ പരിശുദ്ധജലം ഭസ്മത്തിന്റെ മീതെക്കൂടി ഒഴുകട്ടെ. അദ്ദേഹം പറഞ്ഞു. പക്ഷേ ആദ്യം കുതിരയെ കൊണ്ടുപോയി യജ്ഞം തുടർന്ന് അത് പ്രഭാവപൂർണമായി സമാപിക്കാൻ ശ്രമിക്കുക. അതിൽ പിന്നെ നിനക്ക് ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള വഴിയേയും പറ്റി പര്യാലോചിക്കാമല്ലോ. അംശുമതൻ ആ തപസ്വിയുടെ കാൽക്കൽ നമസ്കരിച്ചു. യജ്ഞപശുവില്ലാത്തതുമൂലം യജ്ഞം മുടങ്ങിയിട്ടുള്ള സ്ഥലത്തേക്ക് ക്ഷണം പോയി. രാവും പകലും ഉറക്കം പോലുമില്ലാതെ ഉത്കണ്ഠയോടുകൂടി സഗരൻ യജ്ഞപശുവിന്റെ വരവും കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ കുതിരയെ കൊണ്ടുവന്നപ്പോൾ രാജാവിന്റെ ഋത്വിക്കുകളുടെയും ഹൃദയം സന്തോഷം കൊണ്ടു നിറഞ്ഞു. മഹർഷിയുടെ ശാപം വഴി മാതുലന്മാർക്ക് അകാലമൃത്യു സംഭവിച്ചുവെന്നത് ഒരു ശുഭകർമ്മം നടന്നുകൊണ്ടിരിക്കുന്നതിനു മധ്യേ അറിയിക്കുന്നത് ശരിയല്ലെന്ന് അംശുമതൻ തോന്നി. അതുകൊണ്ട് അദ്ദേഹം സമാപനക്രിയകൾ കഴിയുന്നതുവരെ കാത്തിരുന്നു. പുരോഹിതന്മാർക്കും അതിഥികൾക്കും സങ്കൽപ്പിച്ചുവെച്ച ദാനങ്ങളിൽ അവരുടെ ഓഹരി കൊടുക്കുകയുമുണ്ടായി. അനന്തരം അദ്ദേഹം മാതുലന്മാർക്ക് എന്തു സംഭവിച്ചു എന്നതിന്റെ ഒരു സവിസ്തരമായ വിവരണം രാജാവിന് നൽകി. ഭസ്മം സ്ഥിതി ചെയ്യുന്നിടത്ത് അതുല്യമായ പരിശുദ്ധിയുള്ള ആകാശഗംഗയെ കൊണ്ടുവരാൻ പിതാമഹനോട് നിർബന്ധപൂർവം അപേക്ഷിച്ചു. ഈ അപേക്ഷ കേട്ടപ്പോൾ സഗരൻ വളരെ സന്തോഷിച്ചു. ഗുരുജനങ്ങളുടെ അഭിപ്രായത്തിൽ തനിക്കാവശ്യമുള്ള വരം നൽകാൻ ഗംഗയ്ക്ക് പ്രേരണ നൽകുന്ന അനേകം സന്യാസസംബന്ധമായ സാധനങ്ങളും കർമ്മസംബന്ധമായ ചടങ്ങുകളും സഗരൻ അനുഷ്ഠിച്ചു. പക്ഷേ ഇതിലൊന്നും അദ്ദേഹം വിജയിച്ചില്ല.
പുത്രനഷ്ടത്തിലുള്ള ശോകം കൊണ്ടും പ്രവർത്തനങ്ങളുടെ പരാജയം ഹേതുവായും അദ്ദേഹത്തിന്റെ ആരോഗ്യം ദിവസേന ക്ഷയിച്ചുവന്നു. ഒടുവിൽ കനത്ത നിരാശ മൂലം അദ്ദേഹം മരണമടയുകയും ചെയ്തു. രാമ മന്ത്രിമാർ അതിൽ പിന്നെ ജനഹിതമാരാഞ്ഞുകൊണ്ട് അംശുമന്തനെ രാജാവായി വാഴിച്ചു. ഒരു കണിക പോലും തെറ്റോ കുറ്റമോ കൂടാതെ അദ്ദേഹം രാജ്യഭരണം നടത്തി. കാരണം അദ്ദേഹം ധർമ്മിഷ്ഠനും ആത്മീയോന്നതി നേടിയ ആളുമായിരുന്നു. സ്വന്തം സന്താനങ്ങളെപ്പോലെ അദ്ദേഹം പ്രജകളെ രക്ഷിച്ചു. വാർദ്ധക്യം ബാധിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം സിംഹാസനം പുത്രനായ ദിലീപന് നൽകി ആത്മീയ സാധനകൾ ചെയ്യുന്നതിനായി ഹിമാലയത്തിലേക്ക് പോയി. ആത്മസാക്ഷാത്കാരം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ആവശ്യം. അന്തരിച്ച മാതുലന്മാരുടെ സദ്ഗതിക്കുവേണ്ടി ആകാശത്തിൽ നിന്നും ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതും അദ്ദേഹത്തിന്റെ പ്രവർത്തന ലക്ഷ്യമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും ആ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കാതെ ദേഹം ത്യജിക്കേണ്ടിവന്നു. ദിലീപനും ഇതേ ആഗ്രഹം ഹൃദയത്തെ സ്പർശിച്ചിരുന്നു. കാരണം തന്റെ പിതാവും പിതാമഹനും അതിന്റെ പൂർത്തീകരണത്തിന് ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിന് എത്രയോ അഗാധമായി ആശിച്ചിരുന്നു എന്നദ്ദേഹം അറിഞ്ഞിരുന്നു. അദ്ദേഹം അതിനായി പലവഴിക്കും ശ്രമിച്ചു. മഹർഷിമാരുടെ ഉപദേശപ്രകാരം അദ്ദേഹം പല വിഷമമുള്ള യജ്ഞങ്ങളും നടത്തി. കുടുംബത്തെ സംബന്ധിച്ച ഈ ആശയം നിറവേറ്റാൻ കഴിഞ്ഞില്ലെന്ന തീവ്രവേദന അദ്ദേഹത്തെ ആക്രമിച്ചു. അദ്ദേഹം ഒരു നിത്യരോഗിയായിത്തീർന്നു. ശാരീരിക ശക്തിയും മനോബലവും ക്ഷയിച്ചുവരികയാണെന്ന് കണ്ട് മകനായ ഭഗീരഥനെ സിംഹാസനാരോഹണം ചെയ്യിച്ച് തനിക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യം ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയെന്നത് അദ്ദേഹം ഭഗീരഥനെ ഏൽപ്പിച്ചു. അധികം കഴിയുന്നതിനു മുമ്പായി ദിലീപനും ഇഹലോകവാസം വെടിഞ്ഞു. ആത്മീയ ജ്യോതിസിനാൽ ഭാസുരനായ ഭഗീരഥൻ പിതാവ് ചുമതലപ്പെടുത്തിയ കാര്യത്തിൽ വിജയിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. നിലനിർത്തുന്നതിന് സന്താനങ്ങളില്ലാത്തതുകൊണ്ട് വംശം വ്യാപകചിത്തനായിരുന്നു. ഇതും ഗംഗയെ ആകാശത്തിൽ നിന്നും കൊണ്ടുവരികയെന്ന